പുതിയതായിട്ടാണ് അപ്ഡേറ്റിൽ നമ്മളെ നമ്പർ 1 ഇതാണ്, ഈ ഫോർഡിൻ്റെ എൻഡോവർ. നമ്പർ 2 ന്യൂ ഹൗസാണ്. ഇത്രയും നിലയുണ്ടെന്നേ ഉള്ളു കാണുമ്പം, അകത്ത് കയറുമ്പോൾ ഒന്നുമില്ല. അത് നേരെ ആദ്യം ഈ ഹൗസിൽ സ്പോണാവുമെന്ന് വിചാരിക്കണ്ട. നമ്മൾ മറ്റേ പഴയ ഹൗസിലാണ് സ്പോണാവുന്നത്. അവിടെ നിന്ന് എയർപോർട്ടിൻ്റെ ഈ വഴി വന്നാൽ ഇവിടെ നമ്മളെ പുതിയ ഹൗസുണ്ട്. ഇവിടോട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ടാങ്കിൻ്റെ ഇതിൻ്റെയൊക്കെ ചീറ്റ് കോഡ്സ് പറയാനാണ് ജസ്റ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അകം. ഒരു ആനയുടെ ഫോട്ടോ ഉണ്ട്, ഒരു മാനിൻ്റെ ഫോട്ടോ ഉണ്ട്, ഒരു തെങ്ങിൻ്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ ഒരു പൂച്ചക്കുട്ടീൻ്റെയും ഫോട്ടോ ഉണ്ട്. പൂച്ചക്കുട്ടിയിലൊക്കെ ആയിട്ട് പൂച്ച. അപ്പോൾ പിന്നെ ഇവിടെ ഡ്രസ്സ് വെച്ചാലുള്ള അലമാരയുണ്ട്. അമ്മക്കിതുവരെയും തടിയും വിഷയം പോയില്ല. ഈ വണ്ടിയിലെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചീറ്റ് കോഡാണ്. അതിന് മുമ്പ് ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. കണ്ട ഈ സാധനം വിടാനൊക്കെ പറ്റും, ലോഞ്ച് ചെയ്യാൻ പറ്റും. വേണ്ട ഈ സാധനം ആവല്ലേ. നമ്പർ 2 ഈ സാധനമാണ് ഞാൻ കാണിക്കായിരുന്നു. ചീറ്റ് കോഡ് മാറിപ്പോയി. ഇങ്ങനെ അങ്ങോട്ട് കയറണം, എന്നിട്ട് ഓടിപ്പോവാ. നമുക്ക് വേണമെങ്കിൽ ഇത് ഇറങ്ങാം, ഇങ്ങനെയൊക്കെയാ കയറാം. ഇവിടെ ഓടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇങ്ങനെ ഓടിപ്പോവാം. ഞാനാണ് നാട്ടിലെ ടീറക്സ് ഡ്രൈവർ. ടീറക്സിൽ കയറി ടൂറ് പോകണോ? ടീറക്സിൽ കയറി ടൂറ് വാണ ടീറക്സിൽ കയറി ടൂറ് പോവാ. ടീറക്സ് സവാരി കടിച്ചിട്ട് മനുഷ്യന്റെ കാറിൻ്റെ അടുത്തോണ്ട് എന്തെങ്കിലും സംഭവിച്ചു നോക്കട്ടെ. എല്ലാവരെയും ഞാൻ കൊല്ലും. ആര് കൊല്ലാൻ പോകുന്നു? മനുഷ്യരിങ്ങോട്ട് അടിച്ചു കൊല്ലും. വേണ്ട. ഡൈനോസർ പുതിയത് വേറെ ചീറ്റ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഈ ഹൗസിന് ചീറ്റ് കോഡിൻ്റെ ആവശ്യമില്ല. ഹയാബൂസ പുതിയ എഡീഷൻ വന്ന്. എന്താ ഇത്? ഫ്രണ്ട് 5-6 വരയും പോളി ഹയാബൂസയാണ് പുതിയത്. സ്പീഡോമീറ്ററൊക്കെ സീൻ. പഴയതിനെക്കാട്ടിയും വിഷയം പുതിയ ഹയാബൂസ. സ്പീഡൊക്കെ പിറക്കണ്, തൊട്ടാ പിറക്കണ വണ്ടി, ചേറിപ്പായണ വണ്ടി. പിന്നെ വേറെ മുമ്പ് വന്ന അപ്ഡേറ്റ് ആണ് പോർഷെ പനമേര. വേറെ ലംബോർഗിനി ലംബോർഗിനി. അടുത്ത പുതിയ പഴയ കാർ, പഴയ മോഡൽ കാർ. 4ൻ്റെ നടുക്ക് മറ്റേ ടാങ്കർ വർക്കിംഗ് ആണ്. ഞാൻ കാണിച്ചു തരാം. ടാങ്കറിൻ്റെ കോഡ് അടിച്ചിട്ട് ടാങ്കർ വർക്കിംഗ് ഉണ്ട്. എൻ്റെ പൊന്നെ, ഈ സാധനം വളയുന്നില്ലല്ലേ. ഇതാണ് വളയുന്ന. കൊള്ളാല്ല. തഴുത്തിക്കോയി ഹൊയ്യണ്ട. ഇത്ര ഇങ്ങനെ പൊട്ടു ടാങ്കർ സെറ്റപ്പാണിത്. താഴ്ത്ത് ഇത് ഫുൾ സെറ്റപ്പ് ടാങ്കർ മൊത്തം പൊട്ടു. പിന്നെ രോഹിത് അണ്ണന് ഈ ടാങ്കർ കൊണ്ടുവരുന്നതിന് താങ്ക്സ് ഉണ്ട്. ഇനി
നമുക്ക് ഒരു സ്ഥലം, ഒരു ഉദ്ദേശമുണ്ട് എനിക്ക് ടാങ്കർ വെച്ച് കാണിച്ചു തരാം. വഴിയെ പോയി കാണിച്ചു തരും. ടാങ്കർ എഡിറ്റ് ചെയ്ത് വെച്ചേക്കണവരുണ്ടല്ലേ, പക്ഷെ എഡിറ്റ് ചെയ്തതല്ല. എല്ലാവരും പോയി അടിച്ചു നോക്കിക്കോ. കണ്ട റോട്ടിൽ കൂടെ ഓടുന്ന ടാങ്കറൊക്കെ വന്ന് ചെയ്യാനുള്ളത് ഒക്കെ നേരെ ഒരു സ്ഥലത്തോട്ട് പോകണം. അവിടെ പോയിട്ട് കുറച്ച് ഷോ കാണിക്കണം. സ്ഥലം ഏതെന്നറിയാവോ? 6000 രൂപയ്ക്ക് നമ്മൾ കയറുന്ന ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്കിലെ മരങ്ങളൊക്കെ നല്ല പച്ചയാക്കി. മുമ്പൊരു ഡാർക്ക് പച്ചയായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡാർക്ക് പച്ചയായിരുന്നു. ഇപ്പോൾ ലൈറ്റ് പച്ച ജുറാസിക് പാർക്ക് യെസ് മണ്ടേ ഹെഡിങ് എന്ത് കയറാത്ത കുഞ്ഞുവിന് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു. കൊള്ളാം, നല്ല ജുറാസിക് പാർക്ക്. ഡൈനോസർ പാർക്ക്, ജുറാസിക് പാർക്ക്. എവിടെടാ ഡൈനോസറെ? വാടാ ജയിലർ. ഇത്രയും പൊക്കത്തിൽ പോകുന്നു. ഡൈനോസറെ ഇറങ്ങി വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ ഇങ്ങോട്ട്. മാളത്തിൽ പോയി ഒളിച്ചിരിക്കല്ലേ നീ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഭാഗ്യമില്ല. ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഡൈനോസറെ, ഞാൻ നിന്നെ ഇടിച്ചിടും. ഡു ഫാൻ കുഞ്ഞിന്ന് തന്നെ തുടങ്ങാം. മരിച്ചാ ഇവിടുത്തെ ഗവൺമെൻറ് മരമൊക്കെ മുറിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. ഈ ചെടിയിൽ ഇടിച്ച് പൊട്ടിക്കാൻ പറ്റൂലേ. ഡൈനോസറിനെ എത്ര പ്രാവശ്യം കുന്നിട്ടുണ്ടെന്നറിയാവോ? ഡൈനോസറിനെ കാണില്ല. ഡൈനോസർ ടാങ്കർ കണ്ടിട്ട് പേടിച്ചോടി. അല്ല ഡൈനോസർ ഓടിയേ. ഡൈനോസർ പഠിച്ചവനെ നിങ്ങളെ കാത്തോണേന്ന് പറഞ്ഞ് 100-110 ഓടി. ഡൈനോസർ ഓടിയ വഴിയിൽ ഇനി പുല്ല് പോലും മുളയ്ക്കൂല. എവിടെയാടാ ഡൈനോസറെ? ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ ടാങ്കറും കൊണ്ട് വന്ന് എന്നാ ഞാനിന്ന്. എവിടെയാടാ ഡൈനോസറെ? ഇറങ്ങി വാടാ. ഇതാ വരും അവറാച്ചാ. രണ്ടെണ്ണം മാക്രി വാലൻ ഡൈനോസർ. ബിഗ് വൺ ഇവിടെടാ. പേടിച്ച് മൂലയ്ക്ക് പോയി പതുങ്ങിയിരിക്കാണാ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇന്നലത്തെ വീഡിയോയ്ക്ക് അത്ര ഇതില്ലായിരുന്നു, ശബ്ദമില്ലായിരുന്നു. റെക്കോർഡറിൻ്റെ കുഴപ്പമാണ്, ആപ്പിൻ്റെ. ഇപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിരിക്കും. ഡൈനോസർ അവിടെ ഇത്ര സമയം വെച്ച് ഓടിച്ചു വന്നിട്ട് ഡൈനോസർ കണ്ടില്ല. ഡൈനോസറിനെ അടിച്ച് കൊല്ലും ഞാൻ. ഡൈനോസറെ എവിടെയാടാ നീ? എന്നെ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ, രോഹിത് അണ്ണൻ പിന്നെയും അടുത്ത ബഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഇനി പണി. എന്തെങ്കിലും ഗെയിം എവിടെയെങ്കിലും ഒരു ഗ്ലിച്ച് കാണും. ഡൈനോസറിൻ്റെ അകത്ത് കയറാം. ഇത്രയും ഗ്ലിച്ചൊക്കെ ആയിട്ടും ഡൈനോസറിൻ്റെ അകത്തൊരു ഹാർട്ട് പോലും ഇല്ല. അവിടെ ഡൈനോസർ നീ എവിടെ? നിന്നെ ഞാൻ പൊരിച്ചടിക്കും.
കഴിക്കും, നിന്നെ ഞാൻ പൊരിച്ചു കഴിക്കുവേ. ഡൈനോസർ ഉണ്ടല്ലോ. ഡൈനോസറേ ഇറങ്ങി വാടാ. ആരാണെങ്കിലോ ടാങ്കറിനൊരു സുന്ദാപ്പിയും പറ്റിയിട്ടില്ല. ടാങ്കറിൻ്റെ ഒരു സുനാപ്ലിക്കേഷനും ഇളകിപ്പോയിട്ടില്ലല്ലോല്ലേ അല്ലേ? ടാങ്കർ ആയതുകൊണ്ടാണ്. ഇടയ്ക്ക് നല്ല ആണിയാ ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ടാങ്കർ അടയിന് പേടിക്കും, ലാസ്റ്റ് ഞാൻ ഡെഡാവും. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനമൊക്കെ കുത്തി അടച്ച് വെച്ചാണ്. ഓ ഡ്രിഫ്റ്റ് അടിക്കാം. വലിയ 2 ഡൈനോസറാ. അയ്യ മാക്കരി 3 എണ്ണം. പടച്ചോനെ നിങ്ങൾ പടച്ചോനെ ഓടിക്കോളി, പടച്ചോനെ നിങ്ങൾ കാത്തോളി. ഇത് 1000 ഓടേണ്ടി വരില്ല, 100 110 അല്ല. ഒരു ഡൈനോസറിനും എന്നെ കൊല്ലാൻ പറ്റൂല. എന്നിട്ട് ഡൈനോസറിൻ്റെ വളയോ വളഞ്ഞിട്ടേക്കണം. ഞാൻ ഈ മിസൈല് വിട്ടിട്ട് നിന്നേക്കൊ ഇന്നടാ മാറ്റടാ, എന്നെ വിടടാ. രണ്ടെണ്ണത്തിനെ ഞാൻ എല്ലാണത്തിനെ ഞാൻ കൊല്ലും. പറപ്പിച്ച് വിട്ടോ വാപ്പാ. മൂന്ന് ഡൈനോസറിൻ്റെ ഇടയിൽ പെട്ടിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. കടിച്ചു കൊന്നു തോന്നുന്നു കേട്ടോ. ഇല്ല വേസ്റ്റഡായില്ല. പറന്നോ എൻ്റെ അളിയാ. ആഹാ അന്തസ്. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഇതിനെ ഞാൻ കൊന്നിട്ട് പറയാം.